ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളതേ കറങ്ങാൻ ഇറങ്ങിയിട്ട് വട്ടം കറങ്ങി ലാസ്റ്റ് ഒരു അടിപൊളി പ്ലേസിലെത്തിയൊരു കഥയായിട്ടാണ് കേട്ടോ. നമ്മൾ ഒരു ദിവസം 2 ദിവസം മുന്നേ ആണ് പിന്നെ മൂത്തച്ഛൻ്റെ മോനും വൈഫും കൂടി വന്നുകൊണ്ട് ചോദിച്ച് പിന്നെ നമുക്ക് കറങ്ങാൻ പോയാലോ എന്ന്. പിന്നെ കറങ്ങാൻ പോവാന്ന് കേൾക്കുമ്പോൾ ആരാണ് ഒന്ന് പോവാതൊക്കെ. അപ്പോൾ അവരെ കൂടെ കൂടി. ആദ്യം പ്ലാൻ ഇട്ടത് വയനാടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകിയതുകൊണ്ട് എന്തായി, പ്ലാൻ മാറി. അത് കക്കയത്തേക്കായി. അങ്ങനെ കക്കയം പോവുകയാണ്. കക്കയം എന്നുള്ള സ്ഥലം റീൽസിലും മറ്റും കണ്ടിക്കണമെന്നല്ലാതെ എവിടെയാണ് സ്ഥലം എന്നുള്ള ശരിക്കുള്ള ഒരു ഇത് അറിയേയില്ല. അങ്ങനെ പിന്നെ എവിടേക്കോ എത്തി, വഴിതെറ്റി എവിടെയോ എത്തി. ലാസ്റ്റ് പിന്നെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് അവിടെ എത്തിയപ്പോൾ അവിടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ബാലുശ്ശേരിയിൽ ആണ് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവേണ്ടത് എന്നുള്ളത്. ഇതാണ് മൂത്തച്ഛൻ്റെ മോൻ്റെ മോനും. ആശാന് ബേക്കറിയൊക്കെ കണ്ടപ്പോൾ നല്ല ഓറിയോ ബിസ്ക്കറ്റൊക്കെ വാങ്ങി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടുന്ന് ഓരോ ലൈമ് പാർസൽ വാങ്ങി. ആ ലൈമ് പാർസൽ വാങ്ങിയാണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു 3-4 ആൾക്കാർ ഞങ്ങളിങ്ങനെ സ്ഥലങ്ങളൊക്കെ, അപ്പോൾ ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതാണെന്ന് മനസ്സിലായതുകൊണ്ട് 3-4 ആൾക്കാർ ഞങ്ങളടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു അവിടെ ബോട്ട് സർവീസ് ഉണ്ട്, അവിടേക്ക് പോയാൽ മതി, ഇതിനേക്കാളും സൂപ്പറാണ് അവിടെ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർ രണ്ടാളും അതൊന്നും വേണ്ട, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ പോവാന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി ഒരു തണലോരത്ത് നിർത്തി ഞങ്ങൾ ലൈമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ പിന്നെ ബാലുശ്ശേരി എത്തി. ബാലുശ്ശേരി ടൗണിൽ നിന്ന് പിന്നെ ചോദിച്ചറിഞ്ഞ് നമ്മൾ ഈ കക്കയത്തിൻ്റെ പിന്നെ അതിൻ്റെ ഇടയിൽ ഗൂഗിൾ ചേച്ചിനോടും ചോദിക്കുന്നുണ്ട്. ഗൂഗിൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മലയും കാടും ഒക്കെ ഉള്ള പ്രദേശത്ത് എത്താറായി. അങ്ങനെ അവിടുന്ന് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറേ അങ്ങോട്ട് പോയപ്പോൾ വീണ്ടും ഒന്ന് കുറച്ച് നേരം ഒന്നങ്ങോട്ട് നിർത്തി, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നിർത്തി. അപ്പോൾ അവിടെ നമ്മൾ തേനീച്ച വളർത്താൻ വേണ്ടിയിട്ട് തേനുണ്ടാക്കാൻ തേനീച്ചനെ വളർത്തൂലേ, അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആശാൻ ഇനി ഞാൻ ഓട്ടിക്കോളാം, നിങ്ങളെ കണ്ട് മാറിക്കോളിന്ന് പറഞ്ഞാണ്ട് വണ്ടിയൊക്കെ തിരിച്ചാൽ നോക്കുന്നുണ്ട്. നമ്മളെ ജഗട വണ്ടി ഇതാ റെസ്റ്റിലാണ്. നല്ല സ്ഥലമാട്ടോ, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതിനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും അവിടുന്ന് ഇറങ്ങി ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല നല്ല സ്ഥലങ്ങളും മറ്റേ ഇതൊക്കെ കാണാൻ തുടങ്ങി. കാടും മലയും മറ്റേ അടിപൊളി ആകാശ വ്യൂവും നല്ല സംഭവം, നല്ല കളറായി ഇങ്ങനെ വരികയാണ്. അങ്ങനെ നമ്മളിതാ പിന്നെ ഏകദേശം ഇനിയൊരു 4-5 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ എന്ന് ഗൂഗിൾ ചേച്ചി പറഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഏകദേശം ഉച്ച ഒക്കെ ഒരു 2 മണിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഹോട്ടൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഇങ്ങനെ ഇലകളൊക്കെ ആദ്യം തന്നെ മുന്നിൽ വന്ന് നിരന്ന് നല്ല അടിപൊളി കളറിലുള്ള കടുങ്ങാലി വെള്ളവും കിട്ടി. ഞങ്ങൾ റൈസാട്ടോ പറഞ്ഞത്, ബിരിയാണി റൈസ് വാങ്ങി. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ അച്ചാറും തൈരൊന്നും ഇടാൻ നേരമില്ലാതെ തന്നെ ഞാൻ തീറ്റ തുടങ്ങി. പിന്നെ അവർ അച്ചാറും തൈരൊക്കെ അവിടെ വെച്ചെന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബീഫ് ചില്ലി ആയിരുന്നു. ബീഫ് ചില്ലി ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള ബീഫ് ചില്ലി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ് കാണേണ്ട സ്ഥലങ്ങൾ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ, നല്ല എന്താ പറയുക, നല്ല പച്ചപ്പ് നിറഞ്ഞ മലകൾ, നല്ല രസമുണ്ട് കേട്ടോ സംഭവം സ്ഥലം കാണാൻ. അങ്ങനെ പക്ഷേ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമുണ്ട് എന്നുള്ളതിനനുസരിച്ച് തന്നെ നമ്മൾ പോകെ റോഡ് മോശമായി തുടങ്ങി. പിന്നെ ഒരു വളവും തിരിവും മറ്റേ ചുരം കയറണമായി തന്നെ സംഭവം. നമ്മൾ ഈ വഴി തെറ്റി ഇവിടെ വന്ന് പെട്ടതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റൂട്ടിൽ നമുക്ക് പോകേണ്ടി വന്നത്.
പിന്നെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് നല്ല റൂട്ട് മനസ്സിലായി. തിരിച്ചു പോകുന്നത് പിന്നെ വേറെ റൂട്ട് കൂടിയാണ്. അപ്പോൾ ഈ റോഡിലൊന്നും നമ്മൾ പെട്ടില്ല. പക്ഷേ ഇതിലൂടെ വന്നതുകൊണ്ട് എന്താ അറിയോ, ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ എന്താ പറയുക, റോഡ് പണി നടക്കുന്നുണ്ട് ഒരു തലക്കൽ. പിന്നെ എന്താ പറയുക, ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇക്ക പറയുന്നുണ്ട് ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട്, എന്തിനാ അപ്പോൾ അങ്ങോട്ട് തന്നെ പോകണമെന്ന് എന്താത്ത നിർബന്ധം എന്നൊക്കെ. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോണത് തന്നെയല്ലേ മെച്ചം, വല്ല ബീച്ചിക്കും പോയാൽ പോരേന്ന് പറഞ്ഞു. ബീച്ചൊക്കെ നമ്മളിപ്പോൾ കുറേ കണ്ടില്ലേ. പിന്നെ ഞാൻ ഇങ്ങനെ പോരുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയല്ലേ ബാക്കിലിരുന്നിട്ട്. ഇക്ക പറയുന്നുണ്ട് ഫോണ് വീണ് പൊട്ടിയാൽ പിന്നെ ഒരു രക്ഷയില്ലാട്ടാ, ഞാൻ നോക്കൂല, എൻ്റെ ഒരു വീഡിയോ പിടുത്തം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കാതെ വെക്കും? മറ്റാൾക്കാർ മുന്നിൽ അങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലം. നമ്മൾ അവിടെ ആ കാണുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾക്ക് എത്തേണ്ടത്. റോഡ് പിന്നെ പിന്നെ പറ്റ മോശമായി വരിക കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ വരണ്ടില്ലേന്, ഇവിടേക്ക് വരണ്ടില്ലേന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറച്ചിലൊക്കെ നിൽക്കുന്നത് ആ സ്ഥലത്ത് എത്തുമ്പോഴാണ്. അത്രയ്ക്കും രസമുള്ളൊരു സ്ഥലമാണ്. ഈ ഏരിയ ഒക്കെ കണ്ടിട്ട് പോയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാ സ്ഥലം എന്നുള്ളത്. അതന്നെ, ഇതാണ് നമ്മൾ വയനാട് പ്ലാൻ മാറ്റി പോവാൻ ഉദ്ദേശിച്ച സ്ഥലം, കക്കയം. റോഡൊക്കെ തീർന്ന് കാട് മാത്രമാണെന്ന് തോന്നിപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം. പക്ഷേ നമ്മളങ്ങനെ ചെല്ലുന്നതിനനുസരിച്ച് റോഡങ്ങനെ നല്ല നല്ല, പിന്നീട് കുറച്ചാണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരനെ കിട്ടി. ആ ഓട്ടോറിക്ഷക്കാരൻ റോഡ് പറഞ്ഞു തന്ന്. അങ്ങനെ അയാളെ ബൈക്കിൽ അങ്ങനെ പോയപ്പോൾ നല്ല റോഡ് കൂടി അങ്ങനെ പോയി. അപ്പോൾ നമ്മളിതാ ഏകദേശം ആ സ്ഥലത്ത് എത്താനായി തുടങ്ങി എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ചുറ്റുപാടിലും കാണുന്നുണ്ട്. മറ്റേ എന്താ പറയുക, കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണ മാതിരിയൊക്കെ ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറയുക ചെയ്ത് ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ടല്ലോ എന്ന്. നമുക്ക് ഇങ്ങനെ ഈ കാടും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ അല്ലേ. എന്തെന്നെ പറഞ്ഞാലും ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ഏകദേശം ലക്ഷ്യസ്ഥാനത്തെത്താറായി മക്കളെ, ലക്ഷ്യസ്ഥാനത്തെത്താറായി. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചെത്തിയ സ്ഥലം. അങ്ങനെ ഗേറ്റ് കടന്നപ്പോൾ ടിക്കറ്റ് ചോദിച്ച് അങ്ങനെ പിന്നെ മുത്തശ്ശൻ്റെ മോനെ ആഷിക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് 4 ആൾക്ക് 120 ഉറുപ്യ. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപകട മേഖലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് 9 to 5:30 വരെയാണ് ഇവിടെ സമയം. ഇതാണ് ഇവിടെ കാണാനുള്ള സംഭവം, ഈ വെള്ളം, ഈ വെള്ളാരം കല്ലുകളും. ഈ വെള്ളാരം കല്ലുകളും കാണാനാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി പേര് വരുന്നത്. ഞങ്ങൾ പോയത് ഒരു ചൊവ്വാഴ്ച ആയതുകൊണ്ട് വലിയ ആളുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആശ ഹാപ്പിയായി, ഓനക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റിയ അത്രയേ ഉള്ളൂ വെള്ളം. ഓനക്ക് നല്ല സുഖമായിട്ട് കളിക്കാൻ കഴിയുന്നുണ്ട്. ചുറ്റിലും നല്ല ഒരു എന്താ പറയുക വൈബ്, വല്ലാത്തൊരു വൈബാണ്. നമ്മൾ എല്ലാ ടെൻഷനുകളൊക്കെ മാറും ഇങ്ങനത്തെ ഒക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിരിക്കുമ്പോൾ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് യാത്ര പോകണമല്ലേ. നമ്മൾ കാണാത്ത എന്തെല്ലാം നല്ല രസങ്ങളായുള്ള കാഴ്ചകളുണ്ട്. പോകണമെന്നൊക്കെ എല്ലാവർക്കും ബോധ്യം ഉണ്ടാവും. പോവാനുള്ള സമയവും വേണം. സമയം മാത്രം പോരാ, പോവാനുള്ള വൈച്ചലവും ദുഡും അതും വേണം. നമ്മൾ ആശ ഫുൾ ഹാപ്പിയിലാട്ടോ. നല്ല കല്ലൊക്കെ പെറുക്കി ഓൻ്റെതായ ഒരു കളിയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഹാപ്പിയാണ്. ഇതേപോലുള്ള ചെറിയ ചെറിയ കുട്ടികൾക്ക്
ഭയങ്കര ഇതായിരിക്കും. വെള്ളത്തിൽ കളിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ല തെളി വെള്ളം കേട്ടോ, എന്ത് രസമാണ് കാണാൻ. ഇത് മുത്തശ്ശൻ്റെ മരുമകൾ മാവിൻ്റെ കലാപരിപാടിയാണ്. ഓളെ കല്ലുകളൊക്കെ പെറുക്കി വെച്ച് അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത്, അതാണ് ഓൾക്കായിരുന്നു ഈ സ്ഥലത്തേക്ക് വരണമെന്ന് വല്ലാത്തൊരാഗ്രഹം. ഓള് റീൽസൊക്കെ കണ്ട് 2 പ്രാവശ്യം വരാൻ ഓൾ ശ്രമിച്ചിട്ടും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ലാസ്റ്റ് ഫൈനലി ഇന്ന് ആണ് ഇവിടേക്ക് എത്തിയത്. ഇങ്ങനെയുണ്ട് സ്ഥലം, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പോവാത്തവരൊന്ന് പോയി നോക്കൂ. വലിയ കാണാനും അതും ഇതൊന്നും ഉണ്ടെന്ന് വിചാരിച്ചിങ്ങോട്ട് പോവാൻ നിൽക്കണ്ട. പക്ഷെ പോയാൽ അടിപൊളിയാണ്. നല്ല കാണാൻ നല്ല ഒരു എന്താ പറയുക വ്യൂ ആണ്. നമുക്ക് മനസ്സ് സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ നടുവിലൊക്കെ പോയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, നടുവിൽ കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആ കല്ലിലൊക്കെ പോയിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇക്കയും എളാപ്പി മോനും കൂടി 2-3 റീൽസൊക്കെ എടുത്ത് കല്ലിനെ കുറിച്ചിട്ടുള്ള വലിയ ക്ലാസ് എടുക്കുകയാണ് ഇക്ക. ഇത് വേനൽക്കാലത്ത് ഈ വെള്ളം വറ്റി വരുമ്പോൾ ബംഗാളികളെ വിളിച്ചിങ്ങാണ്ട് അടുക്കി വെക്കും എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് മാവിനോട് വലിയ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. നല്ല അടിപൊളി രസമല്ലേ? നല്ല രസമുള്ളൊരു സ്ഥലം അല്ലേ? നല്ല തണുപ്പ് വെള്ളം കേട്ടോ. നമ്മുടെ ആശ ഫുൾ ഹാപ്പിയാ, നല്ല കളിയിലാണ് ആള്. ഇങ്ങനത്തെ കുട്ടികൾക്ക്, ഇത്ര പ്രായമുള്ള കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ എൻജോയ് ചെയ്യും. അവർക്ക് എന്താ പറയുക, ഒത്തിരി ഇഷ്ടമാവും. എന്താ വെച്ചാൽ അത്ര ഉള്ളൂ അവർക്ക് ഇറങ്ങി കളിക്കാൻ പറ്റിയ അത്രേ വെള്ളമുള്ളൂ. ഇതാണ് ഇവിടെ കാണാനുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു 2-3 മണിക്കൂറൊക്കെ ചിലവഴിച്ച് അവിടെ നിന്ന് കയറി ആശാൻ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ച് അവിടുന്ന് മേലെ കയറിയപ്പം എല്ലാവരും ഏകദേശം തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് കയറി. ഇക്ക വാങ്ങിയത് മുള സർവത്തായിരുന്നു, ഞങ്ങൾ ചായ വാങ്ങി. നല്ല അടിപൊളി ഊട്ടി ചായ. നല്ല ഊട്ടി ചായ വെച്ചാൽ നല്ല ടേസ്റ്റി ഊട്ടി ചായ. ഞാൻ 2 ഗ്ലാസ് കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കാടമുട്ട വാങ്ങി. പൂമോ വാങ്ങിയത് സർബത്തായിരുന്നു, സോഡാ സർബത്ത്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചു വരികയാണ്. തിരിച്ചിങ്ങോട്ട് പോരല് വീണ്ടും ആ സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, വീണ്ടും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇങ്ങനെ തോന്നും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നു. ആദ്യം വന്ന വഴിയിലല്ല പിന്നെ തിരിച്ചു പോകുന്നത് നല്ല റോട്ടിൽ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഏതോ സ്കൂളിൻ്റെ സ്പോർട്സ് നടക്കുന്നുണ്ട് അവിടെ. അത് കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നുകൊണ്ട് അവിടുന്ന് മെല്ലെ ഇങ്ങനെ തിരിച്ചു. അപ്പോഴത്തേനും തന്നെ ഏകദേശം ഫോണിലെ ചാർജ് തീരുമാനമായി. അപ്പോൾ ഞങ്ങൾ യാത്രാവിവരണം ഇവിടെ നിർത്തുന്നു.